അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഹോസ്പിറ്റലുകളും മറ്റും കൊണ്ട് കൊടുക്കുന്ന പൊതിച്ചോറുണ്ടല്ലോ, രോഗികൾക്ക് ഒരു നേരത്തെ അന്നമായ പൊതിച്ചോർ, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുൻ മന്ത്രി സുധാകരൻ സാറ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊന്നും പൊതിച്ചോറ് കൊടുക്കാനും പാടില്ല, ഒരാൾ ഹോസ്പിറ്റലിൽ അടുപ്പിക്കാൻ പാടില്ല, ചാരിറ്റി പ്രവർത്തകരൊന്നും ഹോസ്പിറ്റലിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതും ആശ്രയിച്ചിട്ട് നിരവധി ആളുകള് രോഗികളെ കൂട്ടിരിപ്പുകാരും അതിനെ ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാമെന്നും തോന്നി, അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും നമ്മൾ മാറ്റിവെക്കും, ചിലപ്പോൾ അത് പാഴാക്കി വഴിച്ചിലിടും. പക്ഷേ ആശുപത്രിയുടെ വരാന്തങ്ങളിൽ ഇരിക്കുന്ന ചില മുഖങ്ങളുണ്ട്, അവർക്ക് ഒരു പൊതിച്ചോറ് കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ഓരോ ഉച്ചയും കടന്നു പോകുന്നത്. രോഗികളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് പലപ്പോഴും അവരുടെ കൂട്ടിരിപ്പുകാരാണ്. ദിവസങ്ങളോളം ആശുപത്രികളിൽ കഴിയുമ്പോൾ മരുന്നിനും ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ ഓടുന്ന അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും വലിയ ഭാരമാകാറുണ്ട്. അപ്പോഴാണ് ചില നല്ല മനസ്സുകൾ എത്തുന്നത്. കൈകളിൽ നിറയെ പൊതിച്ചോറ് ഭക്ഷണമല്ല, വിശന്ന വയറിന് ആശ്വാസമാണ്, തളർന്ന മനസ്സിന് പ്രതീക്ഷയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമാണ് ഒരു പൊതിച്ചോറ് വാങ്ങി നൽകുന്ന ഒരാൾക്ക്. അത് ചിലപ്പോൾ നിസ്സാരമായൊരു ചെലവായിരിക്കാം, പക്ഷേ അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് ആ ദിവസത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ വലിയ ദാനങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ചെറിയ സഹായങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു പൊതിച്ചോറ് ഒരാൾക്ക് നൽകി നോക്കൂ. ഒരു പക്ഷേ ആ പൊതിച്ചോറ് ഒരാളുടെ വിശപ്പ് മാത്രമല്ല, മനുഷ്യരിലുള്ള വിശ്വാസവും നിറയ്ക്കും. നന്മ ഒരിക്കലും ചെറുതല്ല, കാരണം ചിലരുടെ ജീവിതത്തിൽ ഒരു പൊതിച്ചോറ് പോലും വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവരെ ദിവസം നിങ്ങൾ കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ ഒരു സഹായ ദിവസം നിങ്ങൾ ചെയ്യുക. നിങ്ങളെ സാമ്പത്തികമായി നിങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകുക. നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കും തോറും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് വർദ്ധിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാരിറ്റി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ ജീവിതം തന്നെ അത് മാറ്റിമറിക്കും. നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഒരു ദിവസം സഹായിക്കാതെ നിങ്ങൾ കടന്നുറങ്ങാൻ പാടില്ല. അത് നിങ്ങൾ ചിലപ്പോൾ വല്ല പൈസക്കാരൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുക്കുന്നതായിരിക്കും. ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവർക്ക് വാങ്ങി കൊടുക്കുക. ആർക്ക്? പാവപ്പെട്ടവർ. ആരെങ്കിലും നിങ്ങളോട് ഭിക്ഷ അയച്ച് വരിക, ആരെങ്കിലും എന്തെങ്കിലും അവർ ആട്ടി ഓടിക്കാൻ പാടില്ല ഒരിക്കലും. ഭിക്ഷ അയച്ച് വരുന്നത് നിങ്ങൾ ഉള്ളത് കൊടുക്കുക, തൃപ്തിപ്പെട്ടിട്ട് ഉള്ളത്. ഒരു ദിവസം തീർച്ചയായും നിങ്ങൾ എന്താക്കണം, ഒരാൾക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് സാമ്പത്തികം അഭിവൃദ്ധി, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും തീർച്ചയാണ്. കാരണം നിങ്ങൾ കിണറ്റിലുള്ള വെള്ളം കോരുന്നതിന് എന്തായി, അത് വെള്ളം കൂടിക്കൂടി വരിക, ഒരിക്കലും വെള്ളം പറ്റൂല. കിണറ്റിലുള്ള വെള്ളം നിങ്ങൾ കോരുന്നതിനനുസരിച്ചിട്ട് അത് വെള്ളം കൂടിക്കൂടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാനേ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലോണെല്ലാം എടുത്തിട്ടോ പിന്നെ ഉസ്താദ് ഇപ്പം ഇതിനിടയ്ക്ക് ഞാൻ വാർത്ത കേട്ടതാണ്. ഒരു ഉസ്താദ്, അത് വല്ലാതെ വേദനിപ്പിച്ച പക്ഷേ അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു ആ വാർത്ത കേട്ടിട്ട്. കാരണം പാവപ്പെട്ട ഒരു ഉസ്താദ് ലോൺ എടുത്ത് വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് കടം കൂടി ലോൺ അടക്കാൻ ഒരു വഴിയില്ലാത്ത ആത്മഹത്യ ചെയ്തു. കാരണം അവർക്ക് സഹായിക്കാൻ ആളില്ല. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അപ്പോൾ ആ പള്ളി കമ്മിറ്റിക്കാർ എന്താക്കണമായിരുന്നു എന്ന്, പല പ്രമാണിമാർ നാട്ടിലെ വലിയ വലിയ പ്രമാണിമാരുണ്ട്, നാട്ടിലെ വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടെല്ലാം സംസാരിച്ച് അയാൾ അത് വിഷയം തീർത്തു കൊടുക്കാമായിരുന്നു, നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ ആരും ഒന്നിനും നിന്നില്ല. നിങ്ങൾ കൊട്ടാരം പോലത്തെ മിനാരങ്ങളും പള്ളിയെല്ലാം വലിയ ആർഭാടമായി പണിയാനും എ സി വെക്കാനും എല്ലാത്തിനും പള്ളി കമ്മിറ്റിക്കാർക്ക് എന്തുണ്ട്, പൈസ ഉണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അവർ മുഖം തിരിക്കുന്നു. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ആക്കണം, തുച്ഛമായ ശമ്പളത്തിൽ ജോലി പള്ളികളിലും മദ്രസകളിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാരെ നിങ്ങൾ എന്താക്കണം, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൽമ പകർന്നു ഉസ്താദുമാരാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ മക്കളെ നല്ല നിലയിൽ വളർത്തിയെടുക്കുന്നത് അവരാണ്. അപ്പോൾ അവരെ കൈകൾ നമ്മൾ കുട്ടി കേൾപ്പിക്കുമ്പോൾ എന്താക്കണം, അവരെ വിഷമങ്ങളൂടെ നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. കാരണം അവർ തുച്ഛമായ ശമ്പളത്തിന് ചെറിയ മണിക്കൂറിൽ പണിയെടുക്കുന്നത് വിചാരിച്ചിട്ട് അവരെ മറ്റുള്ള രീതിയിലും കൂടെ അവർക്ക് വായി തുറന്നു കൊടുക്കുക. ചിലപ്പോൾ ചില ആൾ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യം ചെയ്യാതുകൊണ്ട് കമ്മിറ്റിക്കാരൻ്റെ എതിർ നിൽക്കാൻ പാടില്ല, അവർ അതിന് വിട്ടുകൊടുക്കുക. അവർ ആ മദ്രസ ടൈമിനും ജമാഅത്ത് ടൈമിനും പള്ളിയിൽ ഉണ്ടായാൽ മതി. ബാക്കിയുള്ള ടൈമിൽ അവർ പോയിട്ട് അവർക്ക് എന്തെങ്കിലും ബിസിനസ്സാ ഷോപ്പിൽ ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ട് അത്തറിൻ്റെ പണിയാ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ജീവിതത്തിൽ ചെയ്തു പോയോടെ. അവർ ശമ്പളം തുച്ഛമായ ശമ്പളം ഇന്ന് കൊടുക്കുന്നത് എന്തായാലും ഇന്നത്തെ അനുസരിച്ച് എന്തായാലും അവർക്ക് മാന്യമായ ശമ്പളം എല്ലാ പള്ളി കമ്പനിക്കാർക്ക് കൊടുക്കണം. കാരണം തീർച്ചയായും, കാരണം അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ അവർ അറിഞ്ഞ് അവരെയും കൂടി ശമ്പളം കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കണം. എല്ലാ മാലിന്യ കമ്പനി നിർബന്ധം പറ്റും. കാരണം അവർ ഇപ്പോൾ പല കമ്പനിക്കാർ എന്താ ചെയ്യുക, ഒരു ഉസ്താദിനെ വെക്കും, എന്നിട്ട് ഒരു വർഷം ആകും പിന്നെ ആ ഉസ്താദിനെ തട്ടി വേറെ വെക്കും. കാരണം എന്താ, ആ ഉസ്താദിനെ ഒരു വർഷം കഴിഞ്ഞാൽ അയാൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് കമ്പനിക്കാർ പുതിയ അടവ് കൊടുക്കും. പല കാരണം പറഞ്ഞിട്ട് ആ ഉസ്താദിനെ ഒഴിവാക്കിയിട്ട് വേറെ ഉസ്താദിനെ പുതിയ കൊണ്ട് ഇങ്ങനെ മാറ്റി ഉസ്താദ്മാർ എന്താക്കും, മാറ്റി വെക്കും. പക്ഷെ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഉസ്താദുമാർ അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ ശമ്പളം കൊടുക്കണം തീർച്ചയായിട്ടും.
അപ്പോൾ ഇത് ഞാൻ ഇതൊരു ഒരു സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും പറയാൻ വിചാരിച്ചതല്ല. ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ചാരിറ്റി എന്ന് പറയുന്നത് അത് ഉള്ളവർ ഇല്ലാത്തവന് കൊടുക്കണം. അത് പണക്കാർ മാത്രമല്ല, കാരണം നിങ്ങളുടെ ഉള്ളത് നിങ്ങൾ സഹായിച്ചാൽ മതി. ഒരാളെ നിങ്ങൾ പിന്നെ സഹായിക്കുന്ന ആളെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ പാടില്ല. കാരണം പല ആൾക്കാരും അത് ആശ്രയമാണ്. അവർക്കത് കിട്ടുമ്പോൾ അത് കിട്ടുന്ന അവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അവർക്ക് അതിൻ്റെ വിഷമം അത് അവർക്ക് അറിയും, അത് അനുഭവിച്ചൊക്കെ അറിയും. അതിനാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് റമദാൻ മാസം 30 നോമ്പ് നോക്കാൻ ഇസ്ലാം പറഞ്ഞത്. എന്തുകൊണ്ടാണ്? പാവപ്പെട്ട വിശപ്പിൻ്റെ വില നമ്മളിലൂടെ അറിയണം. നമ്മൾ പണക്കാർ പ്രമാണി മധ്യ അടിച്ചു പൊളിച്ച് ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഒരു മാസത്തെ നമ്മളോട് നിർബന്ധമായിട്ട് റമദാൻ നോമ്പ് നോക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാം? ഇതേ പാവപ്പെട്ട വിഷമം നിങ്ങളും കൂടി അറിയും. അപ്പോൾ ഇതിനെല്ലാം നല്ല പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചാരിറ്റിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരൊരിക്കൽ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ചാരിറ്റിയിൽ ഇറങ്ങണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ ഞാൻ എൻ്റെ വിഷയം നീട്ടി ഞാൻ നിരൂപിക്കുന്നില്ല, നിങ്ങളാരും മടുപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയമായി ഞാൻ വരാം.